വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു, ഷിംന ഞാനിങ്ങനെ ഇതാണ്ട് ഇവളെ കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ അത് നല്ല തീരുമാനമായിട്ട്, എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന തീരുമാനമാണത്. തീർച്ചയായും അവൾക്ക് അങ്ങനെ ഒരു പാർട്ണർ വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നിങ്ങൾ എന്തായാലും ഒരുമിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോളൂ. അവൾ ഒരിക്കലും അമ്മയാവാതെ നീ ശ്രദ്ധിക്കണം. കാരണം അവൾക്ക് അതിന് സാധിക്കില്ല ഒരു അമ്മയാകുവാൻ. അവൾക്ക് എന്താ വെച്ചാൽ എനിക്ക് അവളെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവനോട് പറഞ്ഞു, എന്തായാലും അവളുമായിട്ട് നീ ജീവിച്ചോളൂ, പക്ഷെ ഒരിക്കലും ഒരു അമ്മയാകരുത് അവള്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കാരണം അവൾക്ക് അതിനുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അല്ല അവളുടെ ജീവിതം മുമ്പുണ്ടായിട്ടുള്ളത്, ഇപ്പോഴും അവൾ കടന്നു പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവളെപ്പോഴും മെൻ്റലിയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗണുകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഡിപ്രഷൻ ഉണ്ട് അവൾക്ക് ഹൈലി. അതിനുശേഷം 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാത്രി ഞാൻ അവരെ ഒരു ഹോട്ടലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടു. അവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു അവർ രണ്ടുപേരും തമ്മിൽ സെപ്പറേറ്റഡ് ആയി എന്ന്. എന്നാൽ അവർ ഒരേ കുടക്കീഴിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ള ഇതും. പിന്നെ ഞാൻ അതിനുശേഷം അറിഞ്ഞു അവളുടെ കൂടെയാണ് മകൻ എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞ വിവരം എന്ന് പറയുന്നത്, അവൾക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യ, അവൾക്ക് ഇനി മടുത്തു അവളെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. മാനസികമായിട്ടും അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനോട് നോക്കണം എന്ന് പറഞ്ഞു. ആ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ മകളെക്കാളും 2-3 വയസ്സ് മൂത്തതാണ്. ഞാൻ അവനെ കാണുമ്പോഴെല്ലാം വാത്സല്യം കാണിക്കാറുണ്ട്, പക്ഷെ ഞാൻ ആ കുഞ്ഞിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. എവിടെ ചെന്നാണ് ഇത് അവസാനിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവനെ ഒരു ദിവസം ഞാൻ ഈവനിങ് കണ്ടു. അവന് ഭയങ്കര മെൻ്റലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവന്. അപ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു കുട്ടിക്ക് ചേരാത്ത ദൈന്യത, വിഷമം, അതുപോലെ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി, ഭാവി എന്തായി പോകുന്നെല്ലാം ആലോചിച്ചിട്ട്. കാരണം അവൻ്റെ കൂടെ അല്ല അവൻ്റെ അച്ഛനും അമ്മയും ഉള്ളത്. അവർ രണ്ടുപേരും എനിക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവർക്ക് ആ കുഞ്ഞിനെ മാനസികമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസ്ഥയില്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എൻ്റെ വണ്ടി നിർത്തിയിട്ട്, കണ്ണാ മോനു എന്താണ് ഭയങ്കര വിഷമത്തിലാണല്ലോ മോന് പോകുന്നത്.